ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഹിസ്റ്ററി എടുത്തിട്ടുള്ളവരുടെ ഹിസ്റ്ററി എടുത്തിട്ടുള്ളവരുടെ ഫോർത്ത് സെമ്മിലെ മിഡീവൽ സൊസൈറ്റീസ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് 5ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് ഇസ്ലാമാണ്. മറ്റേത് ഇതിന് മുമ്പത്തെ യൂണിറ്റ് ക്രിസ്ത്യാനിറ്റി, ജൂദായിസം ഒക്കെ ആയിരുന്നില്ല. ഇത് ഇസ്ലാമിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ്സ് റോൾ ഇൻ ദ എമർജൻസ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിൽ പ്രവാചകൻ മുഹമ്മദ് വഹിച്ച പങ്കിനെക്കുറിച്ച് ചോദിക്കും. നോക്കുക, ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി വഹിച്ച പങ്ക് തികച്ചും കേന്ദ്ര പ്രാധാന്യമുള്ളതും പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുന്ന രീതിയിലുള്ളതുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, മുഹമ്മദ് നബിയുടെ ജീവിതം, സന്ദേശം, സാമൂഹിക പരിഷ്കരണം തുടങ്ങിയവ ഇസ്ലാമിക മതസമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ച കാലഘട്ടത്തിൽ അറേബ്യൻ സമൂഹം ബഹുദൈവ ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജാതി വ്യവസ്ഥ, ഗോത്രവിഭജനങ്ങൾ, സ്ത്രീ പീഡനം, അധ്വാന മധ്യസ്ഥ, ദാസ്യവ്യവസ്ഥ തുടങ്ങിയ അക്കാലത്ത് ദുരാചാരങ്ങളെല്ലാം നടമാടിയിരുന്നു. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ സമ്പത്ത് ഏതാനും ചില വലിയ വർഗ്ഗങ്ങളുടെ മാത്രം കൈകളിലാണ്. വലിയൊരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുകയായിരുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ മാലാഖ വഴി ആദ്യം വെളിപ്പെടുത്തൽ ലഭിച്ചപ്പോൾ മുതലാണ് മുഹമ്മദ് നബി പ്രവാചകൻ എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത്. ആദ്യ സന്ദേശങ്ങൾ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം, നീതിപൂർണമായ ജീവിതം, ദാനധർമ്മം, പരലോകം എന്നീ ആശയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അദ്ദേഹം ദാസ്യവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് നിലകൊണ്ടു. സ്ത്രീകളെക്കുറിച്ചുള്ള ദേഷ്യമുള്ള സമീപനങ്ങളൊക്കെ അദ്ദേഹം ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു. പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും സഹായം നിർബന്ധമാക്കി. പ്രവാചകത്വത്തിൻ്റെ ആദ്യ 13 വർഷം മക്കയിലെ നീതി, സത്യവാങ്മയം, അതുപോലെ ദൈവത്തിൻ്റെ ഭയം എന്നിവ പ്രചരിപ്പിച്ചതോടെ അനേകം പീഡനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഭരണവിഭാഗം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴും മുഹമ്മദ് നബി സഹിഷ്ണുതയും ആത്മവിശ്വാസവും കൈവിടാതെ തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. 622 CE മക്കയിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം താമസം മാറി. ഭരണഘടനാ സമമായ മദീന ഉടമ്പടി മതസ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തിയതിനുള്ളൊരു ഉദാഹരണമായിട്ട് കൂടി നമുക്ക് കാണാം. പ്രവാചകൻ ഭരണാധികാരിയായി, വിധികർത്താവായി, സമാധാന ദൂതനായി, സൈനികനായി വിവിധ മേഖലകളിൽ നേതൃനിലവാരം കാട്ടിയ വ്യക്തിത്വമാണ്. ഖുർആൻ മുഹമ്മദിൻ്റെ പ്രവാചകത്വകാലം മുഴുവൻ വെളിപ്പെട്ട പുസ്തകമാണ്. സമൂഹ മാറ്റത്തിനും മതപരിഷ്കരണത്തിനും ഖുർആനിലെ സന്ദേശങ്ങൾ വഴികാട്ടിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവപര്യന്തം നീണ്ട അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം നീണ്ട പ്രവർത്തനങ്ങൾ ഇസ്ലാമിന് പൂർണ്ണരൂപം നൽകി. അവസാന ഹജ്ജിൽ നൽകിയ പ്രഭാഷണം ഇന്നും മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ രൂപപ്പെടുത്തി. ആധ്യാത്മികമായും സാമൂഹികമായും വിപ്ലവാത്മകവുമായ മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മതപരമായി ദൈവികമായതും ചരിത്രപരമായിട്ട് വിപ്ലവാത്മകമായതുമാണ്. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും സന്ദേശവും രാഷ്ട്രീയ പ്രചരണവും ഒക്കെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ദ കോൺസെപ്റ്റ് ഓഫ് ഉമ്മ ആൻഡ് ഹൗ ഇറ്റ് ഡിഫർ ഫ്രം പ്രീ ഇസ്ലാമിക് ട്രൈബൽ ലോയൽറ്റി. ഉമ്മത്ത് എന്നാണ് കേട്ടോ. ഉമ്മ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ, അപ്പോൾ ഉമ്മത്ത് എഴുതാൻ കഴിയില്ല. ഉമ്മത്ത് എന്ന ആശയം അത് ഇസ്ലാമിന് മുമ്പുള്ള ഗോത്ര വിശ്വസ്തതയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. നോക്കാം നമുക്ക്. ഉമ്മത്ത് എന്ന ആശയം ഇസ്ലാമിക സാമൂഹിക ഘടനയുടെ കേന്ദ്ര പദമാണ്. അത് വ്യക്തികളുടെ ബന്ധം ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിലോ രക്തബന്ധത്തിലോ ഉള്ളതല്ല, മറിച്ച് വിശ്വാസത്തിലെ ഐക്യത്തിലാണ് അടിയുറച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ആശയമാണ്. ഇത് ഇസ്ലാമിന് മുമ്പുള്ള ഗോത്രവിശ്വസ്തയോട് തികച്ചും വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ്. ഒരു ഏകദൈവ വിശ്വാസത്തിൽ അകമഴിഞ്ഞ് ജീവിക്കുന്ന വിശ്വാസികളുടെ സമൂഹം എന്നാണ് ഉമ്മത്ത് എന്ന അറബിക് പദത്തിൻ്റെ അർത്ഥം. ഖുർആൻ വിശ്വസിക്കുന്നവരുടെ ഐക്യ സമൂഹം എന്ന നിലയിലാണ് ഈ ഉമ്മത്ത് എന്ന പദത്തെ കാണുന്നത് തന്നെ. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം ജാഹിലിയ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂഹിക ഘടന പൂർണ്ണമായിട്ട് വന്ന് ഗോത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വ്യക്തിയുടെ സാമൂഹിക സ്ഥാനം, സുരക്ഷാ പരിഗണന എല്ലാം ഗോത്രത്തെ ആശ്രയിച്ചാണെന്ന് ഉണ്ടായിരുന്നത്. സ്ത്രീകൾ, അനാഥര്, വിദേശികൾ, ദരിദ്രരായവർ തുടങ്ങിയവരൊക്കെ വ്യത്യസ്ത ഗോത്രക്കാരായിട്ടാണ്
കണ്ടിരുന്നത്. അവരൊക്കെ അവഗണിക്കപ്പെട്ട ഗോത്രവിഭാഗങ്ങളാണ് കണ്ടിരുന്നത്. പ്രവാചകത്വത്തിന് ശേഷം മുഹമ്മദ് നബി ഇസ്ലാമിക സമൂഹത്തെ ഗോത്രത്തിൻ്റെ ഈ കീഴിൽ നിന്നങ്ങോട്ട് മാറ്റിയിട്ട് ഉമ്മത്ത് എന്ന ആശയത്തിലേക്ക് നയിച്ചു. ആധുനിക ഇസ്ലാമിക ലോകത്ത് ദേശീയത, വംശീയത, ഭാഷ മുതലായ വിവിധ തിരിച്ചറിയലുകൾ കിടക്കുമ്പോഴും ഉമ്മത്ത് എന്ന ആശയം വിശ്വാസികൾ ആകെ അടങ്ങിയ ഒരു ഐക്യരൂപം എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട്. ഉമ്മത്ത് എന്ന ആശയം ഈമാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ചുള്ള ആധുനിക അല്ലെങ്കിൽ ആധികാരിക സമൂഹം എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഇസ്ലാമിന് മുമ്പ് നിലനിന്നിരുന്ന ഗോത്രപരമായ വംശീയത പൂർണ്ണമായ വിഭജന തത്വത്തെ മറികടക്കുന്ന ഒരു തരത്തിൽ സാമൂഹിക മതപരമായ ഐക്യചിന്തയാണ്. ഇത്തരം ഒരു ഒരുമയും സഹവാസവും ദൈവിക രീതിയിൽ സമാധാനപരമായിട്ട് നിർമ്മിക്കാൻ തന്നെയാണ് മുഹമ്മദ് നബി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതിന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഖുർആൻ ഇൻ ഷേപ്പിംഗ് ഇസ്ലാമിക് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ്. ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഷേപ്പ് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നതിൽ ഖുർആനിൻ്റെ പ്രാധാന്യം നോക്കുക. ഖുർആൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിൻ്റെ അർത്ഥം വായിക്കുന്ന പുസ്തകം എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ജിബ്രീൽ മാലാഖ വഴി ഭാഗമായിട്ട്, അതായത് വിവിധ ഭാഗങ്ങളായിട്ട് വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനങ്ങളാണെന്ത് ഖുർആൻ. അറബിക് ഭാഷയിലാണത് വെളിപ്പെട്ടിട്ടുള്ളത്. വാക്ക് അർത്ഥവും ഒക്കെ ദൈവികമായതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഖുർആൻ രൂപപ്പെടുത്തുന്ന പ്രധാന ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ആദ്യത്തേതാണ് തൗഹീദ് അഥവാ ഏകദൈവത്തിലുള്ള വിശ്വാസം. മറ്റൊന്ന് മുഹമ്മദ് നബി അവസാന പ്രവാചകനാണ് എന്നുള്ളതാണ്. അതിനു മുൻപ് വന്ന പ്രവാചകരെയും പുസ്തകങ്ങളെയും ഖുർആൻ അംഗീകരിക്കുന്നുമുണ്ട്. ഖുർആൻ വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഇസ്ലാമിക വിശ്വാസമാണ് പരലോക വിശ്വാസം. മറ്റൊരു വിശ്വാസമാണ് ശരിയായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക, ദരിദ്രരെ സഹായിക്കുക, നന്മ വ്യാപിപ്പിക്കുക തുടങ്ങിയത്. നമസ്കാരം, സക്കാത്ത് അഥവാ ദാനധർമ്മം, റമദാനിലെ നോമ്പ്, ഹജ്ജ്, തീർത്ഥാടനം തുടങ്ങിയവ ഖുർആൻ നിർദ്ദേശിക്കുന്ന പ്രധാന ആചാരങ്ങളാണ്. ഖുർആൻ സ്ത്രീകളെ അനുഗ്രഹപൂർണ്ണമായിട്ടാണ് കാണുന്നത്. അവർക്കും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മദ്യപാനം, വഞ്ചന, വ്യഭിചാരം, നിഷ്കൃഷ്ട കച്ചവടങ്ങൾ എന്നിവയെ ഖുർആൻ നിരോധിച്ചിട്ടുണ്ട്. ശരീഅത്ത് എന്ന ഇസ്ലാമിക നിയമം മുൻഗണനയുള്ളതിൻ്റെ ആദ്യ ഭാഗം ഖുർആനാണ്. ഖുർആൻ ഒരു ഉത്തമ ജീവിത മാർഗരേഖയാണ്. അത് ഒരു ധ്യാന പുസ്തകം, തത്വചിന്താത്മക ഗ്രന്ഥം, നിയമപുസ്തകം, അതുപോലെ പഠനരേഖ, സാമൂഹിക നിയന്ത്രണം എന്നീ നിലകളിലൊക്കെ അതിനെ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പാഠങ്ങൾ പലതും ദൈവത്തെ ഓർക്കുക, മരണത്തെയും നിത്യജീവിതത്തെയും സമതുലിതമായി കാണുക എന്നതിലേക്കാണ് നയിക്കുന്നത്. ഇത്രയും കൊടുക്കുക കേട്ടോ. ഇനി കമ്പയർ ദ ബിലീഫ്സ് ആൻഡ് ലീഡർഷിപ്പ് സ്ട്രക്ചർ ഓഫ് സുന്നി ആൻഡ് ഷിയൈറ്റ് മുസ്ലിംസ്. സുന്നി ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും നേതൃത്വ ഘടനകളെയും താരതമ്യം ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് സുന്നി വിഭാഗത്തിൻ്റെ നോക്കാം. സുന്നി വിഭാഗം മുഹമ്മദ് നബിയുടെ മരണശേഷം ഖിലാഫത്ത് നേതൃത്വം ആരുടെ കൈകളിലാകണം എന്ന തർക്കത്തെ ചൊല്ലി രൂപപ്പെട്ടതാണ്. ആദ്യ നേതാവായിട്ട് അബൂബക്കർ ഖിലാഫത്ത് വഴി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവർ ഭരണപരവും ആത്മീയവുമായ നേതാവായിട്ട് ജനസമ്മതത്തോടെ ഖലീഫയെ അംഗീകരിച്ചു. നേതാവിനുള്ള യോഗ്യതയായിട്ട് ഇസ്ലാമിക ജ്ഞാനം, പൗരുഷം, ജനകീയ പിന്തുണ എന്നിവയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. സാമാന്യ ധർമ്മജ്ഞാനികൾ മതം നയിക്കും എന്ന് ഇമാമത്വത്തെക്കുറിച്ച് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഖുർആനും സ്വീകാര്യതയുള്ള ഹദീസും ഒരുപോലെ ധാരാളം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ നൽകുന്നു എന്ന് വിശ്വസിക്കുന്നവരുമാണ് സുന്നികൾ. ലോക മുസ്ലിം ജനതയുടെ 85 മുതൽ 90% വരെയും ആരാണ് സുന്നി വിശ്വാസികളാണ്. ഇവർ സാമുദായിക ഐക്യത്തിനും വ്യത്യസ്ത പണ്ഡിത വിചാരങ്ങൾക്കും കൂടുതൽ തുറന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇനി അലി ഇബ്നു അബി ത്വാലിബ് എന്ന പ്രവാചകൻ്റെ മരുമകനാണ് ഖലീഫ ആകേണ്ടത് എന്ന് വിശ്വസിച്ച വിഭാഗമാണ് ഷിയ വിഭാഗം. അലി ദൈവം നിയോഗിച്ച ഇമാമാണ് എന്നാണ് ഇവർ വിശ്വസിച്ചത്. ആത്മീയവും മതപരവുമായ ദൈവനിഷ്ഠനായ നേതാവാണ് ഇമാം എന്നാണ് ഇവരുടെ വിശ്വാസം. അലിയുടെയും ഫാത്തിമയുടെയും വംശജരായിരിക്കണമെന്നതാണ് നേതാവിൻ്റെ യോഗ്യതയായിട്ട് ഇവർ കാണുന്നത്. 12 ഇമാമുമാരിൽ ഓരോരുത്തരും ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഖുർആൻ, അതുപോലെ അഹ്ലു ബൈത്ത് എന്നിവയിലൂടെ ലഭിച്ച ഹദീസുകൾ അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് ഇവർ മുൻതൂക്കം കൊടുക്കുന്നത്. ലോക മുസ്ലിം ജനതയിൽ 10 മുതൽ 15% മാത്രമാണ് ഷിയ വിഭാഗക്കാരുള്ളത്. ഇവരധികം പ്രാധാന്യം നൽകുന്നത് ഇമാമത്തിനും മതപരമായ സ്ഥാപിത ജീവിതത്തിനുമാണ്. ഇനി ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ദ റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം ബിയോണ്ട് അറേബ്യ. അറേബ്യയ്ക്ക് പുറത്തേക്ക് ഇസ്ലാമിൻ്റെ ദ്രുതഗതിയിലുള്ള വ്യാപനത്തിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സൈനിക വിജയങ്ങളാണ്.
അബൂബക്കറുമാർ, ഉസ്മാൻ അലി എന്നിവരുടെ നേതൃത്വത്തിലെ വലിയ വിഭാഗം സൈനികർ വിജയങ്ങൾ നടത്തി സസാനിയൻ പേർഷ്യ മുഴുവൻ കീഴടക്കിയിരുന്നു. ഒരുപാട് പ്രദേശങ്ങൾ കീഴടക്കി അവിടങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്തു? ഇസ്ലാമിനെ വ്യാപിപ്പിച്ചു. പിന്നെ ധാർമ്മിക സന്ദേശത്തിൻ്റെ ആകർഷകതയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിനു മുമ്പിൽ തുല്യരാണ് എന്ന സന്ദേശവും ദരിദ്രരും ദാനധർമ്മം, സാഹോദര്യം, നീതിപൂർണ്ണ ജീവിതം എന്നിവ മുൻനിരയിൽ വെച്ച ആശയങ്ങളും വംശീയതയ്ക്ക് മേൽ വിശ്വാസം, സ്ത്രീപക്ഷ സൗഹാർദ്ദം, ദാസ്യം തകർത്ത സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ധാർമ്മിക സന്ദേശങ്ങൾ. ആ സന്ദേശങ്ങളും കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചു. എവിടെ? അറേബ്യൻ രാജ്യത്തിന് പുറത്ത്. പിന്നെ പരിശുദ്ധ ഖുർആനും ഒരു മാർഗദർശിയായി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇസ്ലാം ഖുർആൻ്റെ കാര്യങ്ങളൊക്കെ, അതൊക്കെ വെച്ച് എഴുതാം. പിന്നെ ഇസ്ലാം പ്രചരിപ്പിച്ച സാമൂഹ്യ നീതിയും കരുണയുമാണ് അതിൻ്റെ വ്യാപനത്തെ സഹായിച്ച മറ്റൊരു ഘടകം. പിന്നെ മുസ്ലിം വ്യാപാരികൾ ഇടനില വഴികളിലൂടെയും കടൽ മാർഗങ്ങളിലൂടെയും ഇസ്ലാമിക സംസ്കാരം വ്യാപിപ്പിച്ചു. പിന്നെ പല രാജ്യങ്ങളിലെയും ആഭ്യന്തര അസ്ഥിരത ഇസ്ലാമിൻ്റെ വ്യാപനത്തെ സഹായിച്ചു. പിന്നെ അറബിക് ഭാഷയുടെ ലാളിത്യം കൂടുതൽ ജനങ്ങളെ ഈ മതത്തിലേക്ക് ആകർഷിച്ചു. പിന്നെ ഇസ്ലാമിൻ്റെ പ്രബലമായ സംഘടനാത്മകതയും മതത്തിൻ്റെ വ്യാപനത്തെ സഹായിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാം അറേബ്യൻ രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നതിനിട വരുത്തിയ ഘടകങ്ങൾ കേട്ടോ. ചോദ്യം വരാറുണ്ട് എപ്പോഴും അത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു യൂണിറ്റ്. അപ്പോൾ ഒരു ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു. ഇനി തരാൻ പറ്റുന്നത് എക്സാമിന് മുമ്പ് തരാം കേട്ടോ. ഓക്കെ, താങ്ക്സ്.